പറഞ്ഞു ലൈവ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ നീ പൈസ നീ അനാവശ്യം കാണിക്കുന്നത് അവൻ ആളാവട്ടെ. ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഫോട്ടോ എടുക്കരുതെന്ന് എവിടെ നിയമം? ഫോട്ടോ എടുക്കരുത്. ഈ ഹോട്ടലിന്റെ ബില്ലെന്തി? ഈ ഹോട്ടലിന്റെ ബില്ലെന്തി? മര്യാദയാണെങ്കിൽ മര്യാദ. ഈ ഹോട്ടലിന്റെ ബില്ലെന്തി? മര്യാദയാണെങ്കിൽ ഈ നിങ്ങളുടെ മാനേജറെ പുള്ളി ഏർപ്പാടെ നമ്മളെല്ലാം എല്ലാ മേഖലയും നിന്നിട്ടുള്ളതാ. ഇവിടെ എടുക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് നിയമമില്ല. ചേട്ടാ, ഇത് ശരവണവാന്റെ ബില്ലല്ലല്ലോ തന്നേക്കുന്നത്, കെ മാർട്ടിന്റെ ബില്ലാ തന്നേക്കുന്നത്. നിങ്ങൾ ശരവണ എന്ന് പറയുന്ന ഒരു ബില്ല് തന്ന ഓക്കെ, അല്ലെങ്കിൽ ചടയമംഗലത്തിന്റെ അല്ലെങ്കിൽ ആയുരത്തിന്റെ ബില്ല് തന്ന ഓക്കെ, വേറെ ഒന്നുമില്ല. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മൾ രണ്ടുപേര് കഴിച്ചിട്ട് 600 രൂപയാവും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പറയണം നിങ്ങൾ പ്രൈസ് ലിസ്റ്റ് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മെനു കൊണ്ടുവരണം. തട്ടുദോശ ഒന്ന് തന്നിട്ട് അതിന്റെ പറയാം. എന്റെ പൊന്നു സുഹൃത്ത്, ഊത്തപ്പം ഇങ്ങനെയാണോ ഇരിക്കുന്നത്? കണ്ട് ശരവണ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഊത്തപ്പം കഴിക്കുന്ന ആൾക്കാരാ. നിങ്ങൾ തൊഴിലാളികളൊക്കെ നമുക്കറിയാം, അവരാരും ഒരു ബുദ്ധിമുട്ടില്ല. മാനേജ്മെന്റ് പറയുന്നത് ശരവണ ഭവനിലെ ടൂറിസം പ്ലേസില് ബില്ല അല്ലെങ്കിൽ ആ റേറ്റാണ് നിങ്ങൾ ഇട്ടേക്കുന്നത്. ഇത് സാധാരണക്കാരുടെ പഞ്ചായത്താണ്, ഇടവണക്കൽ പഞ്ചായത്തായിരുന്നു. അല്ലെങ്കിൽ കസ്റ്റമറായിട്ടുള്ള കോൺടാക്ട് അതൊക്കെ വളരെ മോശം. നമ്മൾ എത്രയോ നിങ്ങൾക്ക് പാലിച്ചു തന്നാൽ നിങ്ങൾ കട്ട് ചെയ്ത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ചടയമംഗലം സജീവ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ എത്തുവാനുള്ള കാരണം, ഇന്ന് ഞാനും ഒരു സുഹൃത്തുമായി അഞ്ചൽ പോയി തിരികെ വരുമ്പോൾ ആയൂർ പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ശരവണ ഭവൻ റെസ്റ്റോറൻ്റ് എന്ന ആ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായിട്ട് കയറി. അവിടെ സ്വാഭാവികമായിട്ടും വെജിറ്റേറിയൻ ഹോട്ടലാണ്. അവിടെ കയറി നമ്മൾ 2 ഗീ റോസ്റ്റ്, നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു, കാപ്പിയൊക്കെ ഓർഡർ ചെയ്തു. അതിനുശേഷം വേറെ എന്തുണ്ട് കഴിക്കാനെന്ന് പറഞ്ഞാൽ ചെറിയ ദോശ, പൊടി ദോശ എന്നാണ് അവർ പറയുന്നത്. പൊടി ദോശ നമ്മൾ ഈ സാധാരണ ഈ തട്ടുദോശയേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ചെറിയ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ദോശ. അപ്പോൾ അത് 4 ദോശ ഓർഡർ ചെയ്തു. അത് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബില്ല് ചോദിച്ചു 600 രൂപ. ഒരു അസ്വാഭാവികത തോന്നിയതിൻ്റെ തുടർന്ന് എന്താണ് വില എന്ന് ചോദിച്ചു. കാര്യം അവിടെ പ്രൈസ് ലിസ്റ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല, മെനു കാർഡൊന്നും തന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിച്ചപ്പോൾ ഒരു ദോശയ്ക്ക് 80 രൂപ എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ഒരു നാട്ടിൻപുറത്തെ ഒരു കടയിൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ കുറച്ചധികം പൈസ ഉണ്ടാവും, ഓക്കെ, അതൊക്കെ നമ്മൾ അഫോർഡബിളാണ്. ഈ ഗീ റോസ്റ്റിന് 100 രൂപ വീതം 200 രൂപ, കോഫി 80 രൂപ, ഓക്കെ, അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ദോശയ്ക്ക് ചെറിയൊരു ദോശയ്ക്ക് 80 രൂപ. അപ്പോൾ നമ്മൾ പൈസ അടച്ചത് മോശമാണ്, ഇങ്ങനെ ചെയ്യരുത്, വഴിയാത്രക്കാരാണ് കൂടുതലും നിങ്ങളെ ആശ്രയിക്കുന്നത്, പുതുതായിട്ട് തുടങ്ങിയൊരു ഹോട്ടലിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ പോകണമെന്നൊക്കെ നമ്മൾ സൗഹൃദപരമായി പറഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വളരെ മോശമായിട്ട്, കഴിച്ചെങ്കിൽ പൈസ കൊടുത്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറച്ച് പറച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബില്ല് ചോദിച്ചു. ബില്ല് കണ്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ആയൂർ ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിൽ നിന്നുള്ള ആയൂർ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ ബില്ലല്ല അവർ തന്നേക്കുന്ന വർക്കലയുള്ളൊരു സ്ഥാപനത്തിൻ്റെ ബില്ലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? അല്ല, കമ്പ്യൂട്ടർ കേടാണ്, അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ഇനിയെങ്കിലും ആളുകളുമായിട്ട് ഒരു പ്ലീസിങ് മെത്തേഡ് കീപ്പ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞിറങ്ങുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് വലിയ തരത്തിൽ ഈ കോമ്പൗണ്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും നമ്മളുടെ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ അതിൽ ചോദ്യം ചെയ്തു ഇടപെട്ട്. നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ സാധാരണക്കാർ, ഇപ്പോൾ വഴിയാത്രക്കാർ വരുന്നു, ഫാമിലിയായിട്ടായിരിക്കും കയറുന്നത്, അവർക്ക് ഇതേ ബില്ല് കൊടുത്താൽ അവർ കൊടുത്തിട്ട് പോകാനേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഈ തെറ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഇപ്പോൾ തന്നെ ഈ ഒരു വാർത്തയെ അറിഞ്ഞ് ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. കാര്യം ശരവണ ഭവൻ എന്ന് പറയുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിലടക്കം പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ് ശരവണ ഭവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരവണ ഭവൻ്റെ പേരിൽ തന്നേക്കുന്ന ബില്ല് കെ മാർട്ട് ഫുഡ് കോർട്ട് വർക്കല, നിങ്ങൾക്കിത് കാണാം, കെ മാർട്ട് ഫുഡ് കോർട്ട് വർക്കല എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ഇതാണ്. ചിലപ്പോൾ ഒരു ടൂറിസം എന്ത് തന്നെയായാലും വില വിവര പട്ടിക സൂചിപ്പിക്കേണ്ട. ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ വില വർദ്ധിക്കുന്നു, ഓക്കെ, അവർക്ക് വർദ്ധിപ്പിക്കാം. പക്ഷേ ഒരു ദോശയ്ക്ക്
80 രൂപ, ഒരു ദോശയ്ക്ക് 80 രൂപ, 320 രൂപയാണ്. അങ്ങനെ ടോട്ടൽ ബില്ല് 600 രൂപയാണ്. സാധാരണ ഒരു മലയാളി കാപ്പി കുടിച്ചാൽ 2 പേര് 600 രൂപയാവുമെങ്കിൽ അതല്ല, നമ്മൾ ആ പൈസയൊക്കെ കൊടുത്തു, പൈസയൊന്നും നമ്മൾ തിരിച്ചു മേടിച്ചില്ല. പക്ഷേ മറ്റൊരു കാര്യം, ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെ അധികാരികൾ ഫുഡ് ആൻഡ് സേഫ്റ്റി വിങ്ങും അതുപോലെ തന്നെ പിന്നെ ഇവർക്ക് ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഏതറ്റം വരെ പോയാലും ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും.